നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എങ്ങനെയാണ് നമ്മൾ ഹാർട്ട്ഫുള്ളായിട്ട് പ്രവർത്തിക്കുക, ഇതേക്കുറിച്ചിട്ട് നമ്മളൊന്ന് ആഴത്തിൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്തു, നമ്മൾ സ്വഭാവത്തിനും മൂല്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനും എല്ലാം ഗ്രേഡ് കൊടുക്കണം എന്നത്. ഇപ്പോൾ സബ്ജക്റ്റിൽ നല്ല മാർക്ക് കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കുട്ടി നല്ല മിടുക്കനാവണം എന്നില്ല. സ്വഭാവം എങ്ങനെയുണ്ട്, അവൻ ഈ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്, ഇത് തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ചിട്ട് അവരുള്ളിൽ ഈ വാല്യൂസ് ഇൻകൾക്കേറ്റ് ചെയ്യണം. അത് കൊണ്ടുവരാൻ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, കുട്ടികളുടെ ഇന്നസെൻസ് അത് നശിപ്പിക്കാതെ, ആ ഇന്നസെൻസ് പറഞ്ഞാൽ സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ഇന്നസെൻസാണ്, അപ്പം അതിനെ കളങ്കപ്പെടുത്താതെ എങ്ങനെയാണ് അതിനെ നർച്ചർ ചെയ്യുക, എങ്ങനെയാണ് ആ ഒരു സ്നേഹം ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ ഓരോ ലെവൽസിലും എങ്ങനെയാണ് കൊണ്ടുവരാൻ സാധിക്കുക എന്നത് ആയിരിക്കണം ട്രെയിനിങ് പ്രോഗ്രാം. അപ്പം അതിന് ആദ്യം തന്നെ ടീച്ചേഴ്സും പേരൻസും ഈ പ്രോഗ്രാമിൻ്റെ മൂല്യം മനസ്സിലാക്കണം. ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ലോകം പോകുന്നത് എന്നത്. അപ്പം ഇങ്ങനെ പോയാൽ മതിയോ? ഒരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ലേ? അപ്പോൾ നമുക്ക് ഒരുപാട് വലിയ ഏരിയയിലൊന്നും പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ തലത്തിൽ, നമ്മുടെ വീടുകളിലും സ്കൂളുകളിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണം പറയാം. മാത്തമാറ്റിക്സ് പഠിപ്പിക്കുകയാണെന്ന് വിചാരിച്ചു. മാത്തമാറ്റിക്സിൽ അഡീഷൻ പഠിപ്പിക്കുമ്പോൾ അതിലൊരു വാല്യൂ ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ കൊണ്ടുവരിക. നമ്മുടെ ഒരു കഥയുണ്ട്. ഒരച്ഛൻ വയ്യാതെ കിടക്കുകയാണ്, മരണാസന്നനാണ്. അപ്പം 5 മക്കളുണ്ട്, 5 പേരും തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പം അച്ഛന് വിഷമായി, ഇവരെങ്ങനെയെങ്കിലും യോജിപ്പിക്കണം. അപ്പോൾ അവരോട് ഓരോരുത്തരോടും ഓരോ മരത്തിൻ്റെ വടി കൊണ്ടുവരാൻ പറയണം. എന്നിട്ട് അത് കെട്ടും. എന്നിട്ട് ഓരോരുത്തരോടും പറഞ്ഞു, ഇത് ഈ കെട്ടൊന്ന് പൊട്ടിക്കാൻ മതി, ഈ മരത്തിൻ്റെ ആ കൂട്ടം ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞു. ഓരോരുത്തരും ശ്രമിച്ചു, അത് പറ്റുന്നില്ല. എന്നിട്ട് പറഞ്ഞു അത് അഴിച്ചിട്ട് ഇനി പൊട്ടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈസി ആയിട്ട് പൊട്ടിക്കാൻ പറ്റി. അപ്പോൾ 5 5+5 വടികൾ, 5 വടികൾ ഒരുമിച്ച് ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഡീഷണൽ സ്ട്രെങ്ത് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് സ്കൂളുകളിൽ പാഠ്യവിഷയമായിക്കൂടെ? 10 കുട്ടികൾ വേറെ 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 പ്രവർത്തിക്കുമ്പോഴും 10 കുട്ടികൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴുള്ള ഡിഫറൻസ്. ക്ലാസ് ക്ലീൻ ചെയ്യുക, ഒറ്റയ്ക്കൊറ്റയ്ക്ക് ക്ലീൻ ചെയ്യുന്നു, ഒന്നിച്ച് ക്ലീൻ ചെയ്യുന്നത്, അതിലുണ്ടാവുന്ന ആ ആനന്ദവും ഷെയറിങ്ങും വളർച്ചയും. അതുപോലെ തന്നെ 10 കുട്ടികൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പഠിക്കുന്നതും ഗ്രൂപ്പായിട്ട് പഠിപ്പിക്കുമ്പോഴുള്ള വ്യത്യാസം. ഷെയറിങ്ങിൽ എല്ലാവരും ഒരുമിച്ച് വളരുന്നു. ഇപ്പോൾ യൂണിറ്റി സ്ട്രെങ്ത് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ മാത്സിൽ ഇത് നമുക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ സയൻസിൽ ലൈഫ് സൈക്കിളിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു ജീവിയെ വേറൊരു ജീവി ഭക്ഷിക്കുന്നു, ആ ജീവി വേറൊരു ജീവി ഭക്ഷിക്കുന്നു. അവസാനം എന്താ ഉണ്ടാവുക? എല്ലാവരും മണ്ണിനോട് ചേരുന്നു. അപ്പോൾ പുഴുക്കൾ തിന്നുന്നു, അല്ലെങ്കിൽ ചിലർ തീന് കൊടുക്കുന്നു. അപ്പോൾ ഒരു ലൈഫ് സൈക്കിളുണ്ട്. തിരിച്ച് അതേ മിനറൽസിൽ നിന്ന് അടുത്ത ജീവൻ ഉണ്ടാവും. അപ്പോൾ ശരീരങ്ങൾ മാറുന്നു, ഇതിന് മാറാത്തത് എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു വസ്തു വേറൊരു വസ്തുവിന് ജീവിക്കാനുള്ള അവസരം കൊടുക്കുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന എന്താണ്? ഇതേക്കുറിച്ചിട്ട് സയൻസിൽ ഡിസ്കഷൻ വരാം, അതിനൊരു ക്വസ്റ്റ്യൻ ഇടാം, എക്സാമിന് ക്വസ്റ്റ്യൻ ഇടാം. ഇപ്പോൾ കുട്ടികൾ അതേക്കുറിച്ച് ഇൻട്രോസ്പെക്റ്റ് ചെയ്യുന്നു. പഠിച്ചിട്ട് മാർക്ക് കിട്ടുന്നത് മാത്രം പോരാ, ഇത് ഓരോ സബ്ജക്റ്റിനും ഇത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ഉയർന്ന സ്കൂളുകളിലും കോളേജുകളിലും ഇപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയാം. ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ മരുന്ന് കൊടുത്താൽ ചിലർക്ക് ഫലിക്കുന്നു, ചിലർക്ക് ഫലിക്കുന്നില്ല. അതുപോലെ തന്നെ ചിലരെ സമാശ്വസിപ്പിക്കുമ്പോൾ മാറുന്നു. എന്താണ് പ്ലാസിബോ ഇഫക്റ്റ്? ഞങ്ങൾ പഠിച്ചിട്ടില്ല. പ്ലാസിബോനെ പറ്റി വളരെ വളരെ ചെറിയ പാഠങ്ങളേ ഉള്ളൂ. പ്ലാസിബോ വലിയൊരു റിസർച്ച് ചെയ്യേണ്ട ഒരു മേഖലയാണ്. എങ്ങനെയാണ് പ്ലാസിബോസ് അസുഖം മാറ്റുന്നത്? അതുപോലെ തന്നെ മരുന്നിൻ്റെ കൂടെ ഒരു കെയർ, ഹെൽത്ത് കെയർ കൊടുക്കുമ്പോൾ എങ്ങനെയാണിത് ബാധിക്കുന്നത്, രോഗത്തെ ബാധിക്കുന്നത്, ആ രോഗിയുടെ മൊറയിലിനെ ഇമ്പ്രൂവ് ചെയ്യുന്നത് എങ്ങനെ? ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ എക്സാമിന് ഉണ്ടാവണം. എനിക്ക് അനുഭവമുണ്ട്. എൻ്റെ MBBS എക്സാമിന് റെസ്പിറേറ്ററി സിസ്റ്റം ആണ് ക്വസ്റ്റ്യൻ ഒരു കേസായിട്ട് വെച്ചത്. അപ്പോൾ ഏത് തരത്തിലുള്ള ബ്രെത്ത് സൗണ്ട്സ് ആണ് എന്ന് നമ്മൾ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കണം. അപ്പോൾ കൺഫ്യൂസിങ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി. ഒരു ചോദ്യം ചോദിക്കാതെ എക്സാമിനർ കടന്നുപോയി. ഞാൻ ആ ലോങ് കേസിൽ തോറ്റുപോയി. ഒരു പക്ഷേ എന്നെ MBBS തന്നെ ബാധിച്ചേനെ. പക്ഷേ ഭാഗ്യത്തിന് മറ്റുള്ള ഇതിലൊക്കെ ഞാൻ ശരിയാണ്, ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ അത്ര മോശപ്പെട്ട സ്റ്റുഡൻ്റ് ആയിരുന്നില്ല. എനിക്ക് അന്ന് വളരെ വളരെ വിഷമം, ആ വിഷമം ഇപ്പോഴും ഉണ്ട്. കാരണം എങ്ങനെയാണ് ഒരു സ്റ്റുഡൻറ്റിനെ ഒരു ടീച്ചർ പരീക്ഷിക്കേണ്ടത്? ഒരു പരീക്ഷയിൽ ഒരു എക്സാമിനേഷൻ ഫൈൻഡിങ് തെറ്റിക്കഴിയുമ്പോഴേക്കും അയാളെ തോൽപ്പിക്കുക. ആ കുട്ടിയുടെ ഓവറോൾ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, ആ കുട്ടിയുടെ സ്വഭാവ ഗുണം എങ്ങനെയായിരുന്നു, ആ കുട്ടി എങ്ങനെയാണ് രോഗികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്ലാസ്സിൽ പെരുമാറുന്നത്, ഇതെല്ലാം കണക്കിലെടുക്കണ്ടേ? ഇതൊന്നും കണക്കിലെടുക്കാതെ ഒരൊറ്റ എക്സാമിൽ നിശ്ചയിക്കുകയാണ് ഇയാൾ ജയിക്കുമോ തോക്കുമോ എന്നുള്ളത്. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത തലത്തിലേക്ക് കടത്തി വിടുകയാണ്. ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ട ആവശ്യമുണ്ട്. ഒരു മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഹാർട്ട്ഫുള്ളായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരാൻ നമ്മളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതുതന്നെയാണ് പാത, അതുതന്നെയാണ് ലക്ഷ്യവും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. അടുത്ത സെഷനിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.